സ്വാമി, മഹാകവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇരിക്കാം. രണ്ടാളും ഉണ്ടല്ലോ. ഞാൻ മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ സ്വാമി. അപ്പോ കൂടെ വന്ന സരസ്വതിയെ മറന്നു. ഓ സ്വാമി, കാര്യം ഇപ്പോഴാ പിടികിട്ടിയത്. കർണഭൂഷണം മുമ്പ് കുമാരു കുറെ ചൊല്ലി കേൾപ്പിച്ചിട്ടുണ്ട്. ഭൂഷണം കൊള്ളാം. കുമാരുവിന്റെ ചിന്താവിഷ്ടയായ സീത പ്രമാദം. എത്ര നാളാ കുമാരു സീതയെ അന്വേഷിച്ച് നടന്നത്. ശ്രീരാമനേക്കാൾ അലഞ്ഞു. വർഷങ്ങൾ നീണ്ട അലച്ചിൽ. ഒടുവിൽ സ്വാമി വേണ്ടി വന്നു. ഒടുവിൽ സീത എത്തി. കുമാരുവിന്റെ ഉള്ളു തുറന്നു. ഗുരുപൂജാ സമയമായി. കവി വന്ന സമയം കൊള്ളാം. സമയം നോക്കാതെ വന്നതാ, എന്നിട്ടും ഒത്തു. ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കാൻ ഗുരു ആരെ അനുവദിക്കാറില്ല. ഗുരുപൂജ അവിടുത്തെ പ്രസാദമാണ്. ഒരു ജനതയ്ക്കുള്ള അമൃതാണ്. ആർക്ക് വിളമ്പിയതും ആർക്കും കഴിക്കാം. വിശപ്പടങ്ങും. പാചകം ചെയ്യുന്നതും വിളമ്പുന്നതും ആരൊക്കെയാണ്? എല്ലാരും ഉണ്ട്. രുചിയിലില്ലല്ലോ ജാതിഭേദം. ഇന്നത്തെ ഗുരുപൂജയ്ക്ക് അതിഥിയായി കവിയും ഉണ്ട്. ഒരു പപ്പടം. ഭക്ഷണത്തിന് മുമ്പ് നമുക്ക് ഒരു ദൗത്യം കൂടിയുണ്ട്. എല്ലാവരും ഒന്നിച്ച് പപ്പടം പൊടിക്കണം. പൊടിഞ്ഞോ? പൊടിഞ്ഞു. ഇത്രയേ ഉള്ളൂ ജാതി വ്യവസ്ഥയും. ഒത്തുപൊടിച്ചാ പൊടിയും. ഒത്തു പൊടിക്കണോന്ന് മാത്രം. എന്റെ ഉള്ളിൽ ശേഷിച്ചതും പൊടിഞ്ഞു സ്വാമി. അരുവിപ്പുറത്ത് പോകാറില്ലേ? ജീവിതം നിയോഗങ്ങളുടെ ഒരു പ്രയാണമാണ്. നിയോഗം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ വിശ്രമമില്ല. നാമും ബ്രഹ്മവും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം. അല്ല, ബ്രഹ്മപ്പൊരുളിന്റെ ഇച്ഛ നമ്മിലൂടെ നടത്തപ്പെടുന്നു. നിയോഗങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞതുപോലെ ശിവമയമായ പ്രപഞ്ചത്തിന്റെ സ്വരൂപം ശങ്കരൻ ഇവിടെ അഭയമരുളി കഴിഞ്ഞു. അഗസ്ത്യമാമുനി പെരുമാളിന്റെ ചൈതന്യം ഉൾക്കൊണ്ട ചൈതന്യലിംഗം ഇവിടെ അനശ്വരമാകും. പുതിയ കർമ്മസ്ഥാനങ്ങൾ കണ്ടെത്തണം. ശിവമയമായൊരിടം കണ്ടെത്തണം. അതായിരുന്നു നിയോഗം. അങ്ങനെ ശിവഗിരിയിലെത്തി. വിശ്രമിക്കാൻ തെല്ലും സമയമില്ല. വാടിക്കരിഞ്ഞൊരു ജനതയെ ഊഷരതയിലേക്ക് ഉയർത്തണം. ശിവപെരുമാളെ കരുത്ത് നൽകുക. ഈ ഉള്ളവന് ജില്ലാ മജിസ്ട്രേറ്റ് പട്ടവും ദിവാൻ പേഷ്കാർ എന്ന പദവിയും മഹാകവി എന്നുള്ള വിളിപ്പേരും മാത്രമേ ഉള്ളൂ. ഒരൽപ്പം ഭേദചിന്ത ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പോഴത് പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു. തൃപ്പാദങ്ങളുടെ ദർശനം ജീവിത പുണ്യമാണ്, പുതിയ കരുത്താണ്.
എനിക്ക് മുന്നിലെ മഹാത്ഭുതമാണ് ഈ മഹാഗുരു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. ആകട്ടെ. ഇനിയും കാണാം സ്വാമി. ഏയ് മാറി 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 മാറിക്കോ. എന്തിനാ ഇങ്ങനെ കൂടി നിൽക്കുന്നേ? സ്വാമി വരുന്ന കണ്ടില്ലേ? ആ മാറ. വരണം സ്വാമി. എന്താ യാത്ര പോകാത്തത്? യാത്ര പുറപ്പെട്ടില്ല. അതെന്താ? കാറിന് വല്ല... സ്വാമി കാറിൽ കയറാതെ തിരിച്ചു പോന്നു. ഒന്നും മനസ്സിലായില്ല. നീ എന്തേലും വൃത്തിയോട് കാട്ടിയോ? അങ്ങനെയൊന്നും. അപ്പോ അറിയാതെന്തെങ്കിലും? ഒരക്ഷരം പോലും പറഞ്ഞില്ല. പിന്നെങ്ങനെ? ആ, എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം. എന്റെ ഭാഗത്തെന്തെങ്കിലും? സായിപ്പിന്റെ ഈ വേഷഭൂഷതകൾ മാറ്റിവെച്ച് വൃത്തിയായ ആശ്രമത്തിനിണങ്ങുന്ന വേഷത്തിൽ വരണം. ഞാൻ ആകെ പേടിച്ചുപോയി. ഇനിയിപ്പോ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? ഇനി നാളെ മുതൽ മതി പുതിയ വേഷത്തിൽ. ആ ഉം. സ്വാമി ഇരുന്നാട്ടെ. പോവാം സ്വാമി. കന്നി ഓട്ടമാണ്. പോവാം. ആരംഭിക്കട്ടെ. ആയിക്കോട്ടെ. പകിട 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 പകിട
പകട 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 കണ്ടു. ആ ആ ഒന്നുമില്ല. പകട 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 പകട. കണ്ടു. കണ്ടോ. പകട 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 പകട. എങ്ങനെയുണ്ട്? എന്താണ് തൊഴിൽ ഇതല്ലാതെ? മാജിക് ആണ്. കൺകെട്ട് വിദ്യയിൽ വലിയ പേരാ. അങ്ങനെയോ? ഇല്ലാത്തതൊക്കെ കാണിക്കും അല്ലേ? ആ, അതും അറിയാം. അതിശയങ്ങൾ കാട്ടും. ഇന്നോളം ആരും കാണാത്തൊക്കെ കാട്ടുവോ? ആവശ്യപ്പെട്ട കാട്ടിക്കൊടുക്കും. ഉറങ്ങാതിരിക്കുന്ന ആളിനെ ഉറക്കാനും പറ്റും. കാണണോ? അങ്ങനെയുള്ള താരാട്ടും ഉണ്ടോ? താരാട്ടല്ല സ്വാമി, ഉറങ്ങാതിരിക്കുന്ന ആളിനെ ഉറക്കാൻ പറ്റിയ വിദ്യ. അത് വലിയ സിദ്ധി തന്നെ. മനഃശക്തി ഒരു പ്രത്യേക നിലയിൽ പ്രയോഗിച്ച് മറ്റൊരാളിനെ നിയന്ത്രിക്കുന്ന വിദ്യ. അപാരമായ ഗ്രഹണശക്തിയൊക്കെ വേണം. എന്നാ അതൊന്ന് പരീക്ഷിക്കാം. നല്ല ഉറക്കം കിട്ടുമല്ലോ. സ്വാമി എന്നെ നോക്കി കണ്ണ് ചിമ്മാതിരുന്നാ മതി. അതെ, ഉറക്കത്തിലേക്ക് കടക്കുകയാണ്. ഒരു കുന്നിറങ്ങും പോലെ, പടവുകൾ ഇറങ്ങും പോലെ ഉറങ്ങുന്നു. ഇതാ ഉറങ്ങുകയാണ്. ഉറങ്ങുന്നു, ഉറങ്ങുന്നു. ഇപ്പോ ഉറങ്ങും. ഇപ്പൊ തന്നെ ഉറക്കത്തിലേക്ക് ഉറങ്ങുകയാണ്. അതെ, ഉറക്കത്തിലേക്ക് ഉറങ്ങുന്നു. ഉറങ്ങി, ഉറങ്ങുന്നു, ഉറങ്ങുകയാണ്. ഉറങ്ങി, ഉറക്കത്തിലേക്ക് ഉറങ്ങി, ഉറങ്ങി, ഉറക്കത്തിലേക്ക്.
സ്വാമി ഉറങ്ങിപ്പോയി. എന്താ സുഖമായി ഉറങ്ങിയോ? ജീവിതത്തിൽ ഇത്ര നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. ക്ഷമിക്കണം സ്വാമി. സ്വാമിയും വലിയ മാജിക്കുകാരനാ. തൊഴാനും ദർശനത്തിനും യോഗമില്ലാതിരുന്നവർക്കുമായി സ്വാമി എത്ര ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഇരുൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇരുൾ നീങ്ങേണ്ടത് ചുറ്റുപാടൊന്നല്ല, മനസ്സിൽ നിന്ന് തന്നെ. അവിടെയാണ് ഈശ്വര പ്രതിഷ്ഠ വേണ്ടത്. സ്വാമി, പാവം കൊച്ചുകൃഷ്ണൻ സംസാരിക്കില്ല. സ്വാമിയെ കാണാൻ വന്നതാ. ഗുരുസ്വാമി വേലായുധന നടയിലുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഭാഗ്യദർശനം കിട്ടി. നാമും വേലായുധനെ കാണാൻ വന്നതാ. കാണിക്കാൻ ഇനി ഒരു വൈദ്യനും ഇല്ല, ചെയ്യാൻ ഒരു മന്ത്രവാദവും ഇല്ല. ഈശ്വരൻ തന്നെ ഈ തിരുമുന്നിൽ എത്തിച്ചതും. കൊച്ചുകൃഷ്ണനൊരു ചെറിയ പ്രശ്നമല്ലേ? ചെറിയ പ്രശ്നമല്ല സ്വാമി, ജീവിതം തന്നെ മതിയായി. അച്ഛ അമ്മ എന്നുപോലും സംസാരിക്കില്ല. ചുണ്ടനക്ക് ആംഗ്യം കാട്ടിയും പാവം എന്റെ പിള്ള. ജന്മനാ ഉള്ളത് മാറാൻ പ്രയാസമെന്നാ വൈദ്യന്മാര് പറയണത്. നാക്ക് നീട്ട്.